ഹ്യൂമൻ ടിവിയിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഹാജറ സഹ്റവി. ഭൂമി അനധികൃതമായി കൈക്കലാക്കിയെന്ന ആരോപണം. പഞ്ചാബ് നാഷണൽ ബാങ്കിന് മുന്നിൽ യുവതിയുടെ നിരാഹാര സമരം. വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിലെ പുതുക്കാട് പഞ്ചാബ് നാഷണൽ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു കുടുംബം നിരാഹാര സമരം നടത്തി. 1996-ൽ 2 ലക്ഷം രൂപ വായ്പയെടുത്തതിനെ തുടർന്ന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 23.5 സെന്റ് ഭൂമി ബാങ്ക് അനധികൃതമായി കൈവശപ്പെടുത്തുകയും അതിൽ ഒരു ഭാഗം മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തുവെന്നാണ് പാലിയേക്കര തലൂർ ചിറയത്ത് വർഗീസ് മാസ്റ്ററുടെ കുടുംബത്തിന്റെ ആരോപണം. വായ്പ തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യത്തിൽ വർഗീസ് മാസ്റ്റർ മരണപ്പെട്ടതിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചെങ്കിലും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് കേസ് കോടതിയിലെത്തുകയും 20% പലിശ ഉൾപ്പെടെ 28 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പിലെത്തിയതായും കുടുംബം പറയുന്നു. ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി കുടുംബത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ഈടാക്കുകയും അതിനു പുറമെ മൊത്തം കുടിശ്ശികയ്ക്ക് തുല്യമായ 5 സെന്റ് സ്ഥലം ബാങ്ക് ഏറ്റെടുക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. എന്നാൽ സെറ്റിൽമെന്റ് പൂർത്തിയായിട്ടും കഴിഞ്ഞ 30 വർഷമായി ഭൂമിയുടെ പ്രമാണം ബാങ്ക് തിരികെ നൽകിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കൂടാതെ കുടുംബം താമസിക്കുന്ന പുരയിടത്തിൽ നിന്ന് 6 സെന്റ് ഭൂമി ബാങ്ക് അനധികൃതമായി മറ്റൊരാൾക്ക് വിറ്റതായും കുടുംബാംഗമായ കുഞ്ഞുമോൾ ആരോപിച്ചു. ഈ വിഷയത്തിൽ നീതി ആവശ്യപ്പെട്ടാണ് കുഞ്ഞുമോളും കുടുംബവും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പുതുക്കാട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. നിരാഹാര സമരം CPI-ML നേതാവ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ, അസംഘടിത വിമോചന പ്രസ്ഥാനം സംസ്ഥാന കൺവീനർ GK മുകുന്ദൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ജോൺസൺ പുല്ലത്തി, തങ്കമണി കളത്തിൽ പറമ്പിൽ ചന്ദ്രൻ, ഷൈനി ചെറിയത്ത്, ജയപ്രകാശ് ഒളരി എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. GK മുകുന്ദന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതിക്ക് രൂപം നൽകി. സമരത്തിന്റെ തുടർ പരിപാടികൾ ഉടൻ ചേരുന്ന സമിതി യോഗത്തിൽ തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നന്ദിയോടെ ഹ്യൂമൻ TV ന്യൂസ്.